പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2 തക്കാളി, 1 സവോള, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് എന്തോ ഉണ്ടാക്കുവാണെന്നല്ലയോ എല്ലാവരുടെയും വിചാരം. ഇതുകൊണ്ട് തേങ്ങ അരച്ചൊരു കറി ഉണ്ടാക്കാനാണ്. അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ്. തക്കാളി ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് നെടുകെ 2 കീറി വെച്ചിട്ടുണ്ട്. ഇത് കഴുകിയതിന് ശേഷമാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് വേവാനായിട്ട് വെക്കണം. ഇനി ഒരടപ്പടച്ച് വെച്ചിട്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ നേരം കൊണ്ട് കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി നാളികേരം അരമുറി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 2 അല്ലി വെളുത്തുള്ളി, സ്വല്പം ഉലുവാപ്പൊടി, ലേശം മഞ്ഞൾ പൊടി, ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്തത് കൊണ്ട് മുളക് പൊടി വേണമെന്നില്ല, ഓപ്ഷണലാണ്. ഞാൻ സ്വല്പം ചേർത്തതേ ഉള്ളൂ. ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. ഞാനിത് അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് തക്കാളി വെന്തോന്നൊന്ന് നോക്കി കൊടുക്കണം. തക്കാളി വെന്ത് നല്ലവണ്ണം ഉടഞ്ഞു വരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എപ്പോഴും ആദ്യം കുറച്ചേ ഇടാവൂ. ലാസ്റ്റിൽ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് ഇത് നോക്കണം, വെന്ത് വറ്റാറായോ, വെള്ളമെല്ലാം വറ്റാറായോ എന്ന് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. വെന്ത് വരുന്ന സമയത്ത് ഇത് നല്ലവണ്ണം ഒന്ന് ഉടച്ചു കൊടുക്കണം. വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ വേവാനുണ്ട്. ഇനി വെന്തോന്ന് വീണ്ടും നോക്കുന്നുണ്ട്. വെന്തുടയാറായിരിക്കുന്നു. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചൊക്കെ എടുക്കണം. ഇത് നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. വീണ്ടും ഞാനിത് അടച്ചു വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ചാറെല്ലാം കുറുകി വറ്റാറായിരിക്കുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടെ തവിയിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരപ്പ് ഒഴിച്ചാൽ പിന്നെ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അതിൻ്റെ പച്ചമണമൊക്കെ, തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇനി ഇത് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് ചാറ് വേണ്ടവർക്ക് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അരപ്പിൻ്റെ കൂടെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് വറവിടണം. അതിനുവേണ്ടി 3-4 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ടതിന് ശേഷം ചെറിയ ഉള്ളി, വറ്റൽമുളക് തുടങ്ങിയവ ചേർത്ത് മൂപ്പിച്ചെടുക്കണം. വറ്റൽമുളക് 2 കീറിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്ന് മാറി ബ്രൗൺ കളറായി വരണം. അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അടിയിൽ പിടിക്കാതെ തീ കുറച്ചിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇത് മൂത്ത് വരാറാകുമ്പോഴത്തേക്ക് ലേശം കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് കാശ്മീരി മുളക് പൊടി വറവിടുമ്പോൾ ചേർത്താൽ നല്ല കറിക്ക് നല്ല കളറ് കിട്ടും. ഈ സമയത്ത് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് താളിച്ച് വെച്ചത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നല്ല കറി റെഡി ആയിട്ടുണ്ട്. പുളി കൂടുതൽ വേണ്ടവർക്ക് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. കിളിമീനാണ്. അത് വറക്കാൻ മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ചേർത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്ത് കോരുന്നുണ്ട്. മീൻ ഇങ്ങനെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുന്നു. കറി റെഡി ആയിട്ടുണ്ട്.
ചാറ് വേണ്ടവർക്ക് ഞാൻ പറഞ്ഞില്ലയോ, തേങ്ങ അരച്ച് അരപ്പിട്ട് കഴിഞ്ഞ് അരപ്പ് ആ പാത്രത്തിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട്, അരപ്പരച്ച പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കറി ചേർത്താൽ മതി. പുളി കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞങ്ങൾക്ക് ഇത്രയും പുളി മതി, അതുകൊണ്ടാണ് തൈര് ചേർത്ത് കൊടുക്കാഞ്ഞത്. ഇതിൻ്റെ കൂടെ കുറച്ച് പയറുതോരൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.